വെൽക്കം ടു സഹായ വിതരണ ഓപ്പർച്യൂണിറ്റി നൽകുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് എഡ്യൂക്കേഷൻ ഉത്തരാഖണ്ഡ് നൽകുന്ന ഒരുപാട് റിക്രൂട്ട്മെൻറ്റ് പോസ്റ്റാണ്. അതും എസ്പെഷ്യലി സയൻറ്റിസ്റ്റ് ബി 2025 റിക്രൂട്ട്മെൻറ്റിൻ്റെ വേക്കൻസി നോട്ടിഫിക്കേഷനാണ്. നിങ്ങൾക്ക് ലിങ്കിലുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുകഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു PDF ഫോമാറ്റിലാണ് അവർ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തിരിക്കുന്നത്. സോ പേ സ്കെയിലും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 10th ലെവലാണ് 7th CPC, അതായത് അറൗണ്ട് 56,000 മുതൽ 1,77,000 വരെ ലഭിക്കാവുന്ന ഒരു പോസ്റ്റ് കൂടെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ്. വേക്കൻസീസ് ഫോർ സയൻറ്റിസ്റ്റ് ബി, നമ്പർ ഓഫ് വേക്കൻസീസ് സയൻറ്റിസ്റ്റ് ബി, അതുപോലെ വേരിയസ് ഡിസിപ്ലിൻസ് കൊടുത്തിട്ടുണ്ട്. സോ എസ്പെഷ്യലി സയൻസ് വിഭാഗം അല്ലെങ്കിൽ കെമിസ്ട്രി ഒക്കെ പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മെജോറിറ്റി ഈ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മെജോറിറ്റി ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ ഒരു ഇൻഫോർമേഷനിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. സോ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. സോ ICFRE, അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ്റെ അണ്ടറിൽ വരുന്ന ഒരു റിക്രൂട്ട്മെൻ്റ് ആണ്. അത് സയൻറ്റിസ്റ്റ് ബി പോസ്റ്റ്. സോ ടോട്ടൽ പോസ്റ്റ് എന്ന് പറയുന്നത് 25 ആണ്. അതിൽ ഡിഫറെൻറ്റ് കാറ്റഗറിയിലേക്ക് റിസർവേഷൻ ഉണ്ട്. സോ അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്. സോ ഒരു ഫസ്റ്റ് പോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഹൈഡ്രോളജി പോസ്റ്റാണെന്ന് പറയുന്നത്. മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ BE BTech സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ എസ്പെഷ്യലി എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ്, വാട്ടർ മാനേജ്മെൻറ്റ്, ഹൈഡ്രോളജി, സോയിൽ മാനേജ്മെൻറ്റ്, വാട്ടർ കൺസർവേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പേപ്പർ ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഡിസൈഡ് ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സോ നോക്കാവുന്നതാണ്. അതുപോലെ പാത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വേരിയസ് റിസർവേഷൻ കാറ്റഗറിയിലുള്ള റിക്രൂട്ട്മെൻറ്റുണ്ട്. അതുപോലെ തന്നെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ആണ് വരുന്നത്. സോ ചിലതിൽ ഡിസൈഡ് PhD പറയുന്നുണ്ട്. സോ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് മാക്സിമം ഒരു അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. നെക്സ്റ്റ് ഒരു കെമിസ്ട്രിയിലോട്ടുള്ള ഒരു റിക്രൂട്ട്മെൻ്റ് ആണ്. മാസ്റ്റേഴ്സ് ഇൻ കെമിസ്ട്രി സ്പെഷ്യലൈസേഷൻ ഇൻ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ സോയിൽ സയൻസ് ഉണ്ട്. അതിലും സെയിം PG അല്ലെങ്കിൽ BTech ഉള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ PhD ഉണ്ട്, ഡിസൈറബിളിൽ പറയുന്നുണ്ട്. ദെൻ ഫോറസ്റ്റ് എക്കണോമിക്സിൽ വേക്കൻസി പറയുന്നുണ്ട്. ബോട്ടണി, ദെൻ ഫോറസ്ട്രി ആൻഡ് എക്കോളജി, എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ്, എല്ലാത്തിലും എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. അത് നിങ്ങൾക്ക് അതിൽ പേപ്പർ ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇന്ന് പെർട്ടിക്കുലറായിട്ട് സുവോളജി, ഫോറസ്ട്രി അതുപോലുള്ള ഡിസിപ്ലിൻസിലൊക്കെ ഡിഗ്രി കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് എസ്പെഷ്യലി ഇവിടെ ചോദിക്കുന്നത്. ദെൻ എൻറ്റമോളജി, ദെൻ ജെനറ്റിക്സ്, ഇതൊക്കെയാണ് ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുള്ള പോസ്റ്റ്. കറണ്ടായിട്ട് വേക്കൻ്റ് ആയിട്ടുള്ള പോസ്റ്റിലും അതിൻ്റെ റിസർവേഷൻ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഹാവ് എ ഡിഗ്രി ഇൻ ദാറ്റ് സബ്ജക്റ്റ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഡിഗ്രി ഉള്ളവരാണെങ്കിൽ ആ ഒരു പറഞ്ഞിട്ടുള്ള വിഷയങ്ങളിൽ ഡിഗ്രി ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ എലക്ടീവ്സോ അതുപോലെ സ്ട്രിക്ട്ലി മെൻഷൻഡ് ആയിട്ടുള്ള കുറച്ച് പറയുന്നുണ്ട്. ചില പോസ്റ്റിൽ ഇന്ന പേപ്പർ എലക്റ്റീവ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള പേപ്പേഴ്സ് ആണെങ്കിൽ അതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിസർട്ടേഷൻ, മാസ്റ്റേഴ്സ് തീസിസ് ഒക്കെ ഈ സ്പെഷ്യലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ കൂടെ ആയിരിക്കണം. അത് മാർക്ക് ഷീറ്റിൽ ഉണ്ടാവേണ്ടതുമാണ്. ദെൻ പെർട്ടിക്കുലർ CGPA കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ദെൻ അലോട്ട് ആൻഡ് എക്സാമിനേഷൻ സെൻറ്റർ ലൊക്കേറ്റഡ് എനിവർ ഇൻ ദ കൺട്രി എന്ന് പറയുന്നുണ്ട്. സോ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എവിടെ വേണമെങ്കിലും, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് എക്സാമിനേഷൻ സെൻറ്ററിൽ ലഭിക്കാവുന്നതാണ്. സോ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 21 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളും പറയുന്നുണ്ട്. അണ്ടർസ്റ്റുഡ് എക്കണോമിക്കലി വീക്കർ സെക്ഷനൊക്കെ ആണെങ്കിൽ എക്സാം ഫീസ് 1000, ദെൻ പ്രോസസ്സിംഗ് ഫീസ് 1000 റുപ്പീസ്, അങ്ങനെ ടോട്ടൽ 2000 റുപ്പീസ് ആണ്. സോ ഡിഫറെൻറ്റ് പേപ്പേഴ്സിന് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എമൗണ്ട് വരുന്നതായിരിക്കും. അതുപോലെ OBC-കാർക്കാണെങ്കിൽ ടോട്ടൽ 2000 റുപ്പീസ് ആണ് വരുന്നത്. ദെൻ SC/ST, PWD, വുമൻ കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ 1000 റുപ്പീസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അതായത് എക്സാമിനേഷൻ ഫീസ് ഇല്ല, പ്രോസസ്സിംഗ് ഫീസ് മാത്രമേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ റിട്ടേൺ എക്സാമിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ട്. അതുപോലെ ക്വാളിഫൈങ് മാർക്സ് കാര്യങ്ങൾ അതിൻ്റെ പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. 2 hours എക്സാം ആയിരിക്കും. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 400 ആയിരിക്കും. ദെൻ 1 മാർക്ക് വിൽ ബി ഡിഡക്റ്റഡ് എന്ന് പറയുന്നുണ്ട്. റോങ് ആൻസേഴ്സിനാണ് നെഗറ്റീവ് മാർക്സും കാര്യങ്ങളുണ്ട്. ദെൻ പേഴ്സണൽ ഇൻ്റർവ്യൂ റൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. ദെൻ ഹിന്ദി ആസ് വെൽ ആസ് ഇംഗ്ലീഷിലുണ്ടാകുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ എക്സാമിന് പോകുമ്പോൾ വാലിഡ് ആയിട്ടുള്ള പ്രൂഫും കാര്യങ്ങളും, ID പ്രൂഫും ഗവൺമെൻറ് ID പ്രൂഫ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുക. സോ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് മെയിനായിട്ട് പറയുന്നത് ഡെറാഡൂൺ, ജബൽപൂർ, ജോധ്പൂർ, കോയമ്പത്തൂർ, ബാംഗ്ലൂരു, ജോർഹട്ട്, ഷിംല, റാഞ്ചി, ഹൈദരാബാദ്, പ്രയാഗ്രാജ്, ചിന്ദ്വാര, ദെൻ അഗർത്തല, ഐസ്വാൾ ആൻഡ് വിശാഖപട്ടണത്തിലാണ് മെയിനായിട്ട് ഇന്ത്യയിൽ മെയിനായിട്ടുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആ ഒരു സെൻറ്റേഴ്സാണ് മെയിനായിട്ടുള്ള ഇവിടെ പോസ്റ്റിംഗ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഹൗ ടു അപ്ലൈ എന്ന് കൊടുക്കുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അതിൻ്റെ KB എത്രയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ്സ് എല്ലാം അതുപോലെ തന്നെ NOC കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടും വരുന്നതായിരിക്കും, കറണ്ടായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ. ദെൻ മോർ ദാൻ 1 പോസ്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടും വരുന്നുണ്ട്.
പിന്നെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടിൽ ജൂലൈ 15th വരെയാണ്. ഈ ഒരു 2025 ജൂലൈ 15th വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. ഓൾറെഡി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സോ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യും. അതുപോലെ ഈ ഇൻഫർമേഷൻ ഫലപ്രദമാണെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും. സോ ഈ ഒരു ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.